കേരള ടൂറിസത്തിന് ആവശ്യമായ പ്രഖ്യാപനങ്ങൾ കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ചെറുകിട ക്വാറി ക്രഷർ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പരിസ്ഥിതി സൗഹാർദ്ദ വികസനം എന്ന കാഴ്ചപ്പാടോടെയാണ് സംസ്ഥാനത്ത് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖല ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ന്യൂയോർക്ക് ടൈംസ്, ടൈം മാഗസിൻ, ഇന്ത്യ ടുഡേ എന്നിവയെല്ലാം കേരളത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ ടൂറിസം വികസനം രാജ്യത്തിന്റെ ആവശ്യമാണ്. അതിനാൽ ബജറ്റിൽ അർഹിക്കുന്ന പരിഗണന ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ബീച്ച് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2022 കേരളം രൂപം കൊണ്ടതിന് ശേഷമുള്ള സർവകാല റെക്കോർഡ് ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം എത്തിയിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസും ടൈം മാഗസിനും ഇന്ത്യ ടുഡേയും ഒക്കെ കേരളത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിൻ്റെ ചില അനന്ത സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം. അതിൽ പരമപ്രധാനമാണ് ബീച്ച് ടൂറിസം. കേരളത്തിൻ്റെ തീരദേശ മേഖലയിലെ ടൂറിസത്തെ വികസിപ്പിക്കുക എന്നുള്ളതിന് പ്രത്യേക പദ്ധതി തന്നെ സർക്കാർ ആവിഷ്കരിക്കും. വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ കേരളത്തെ ശ്രദ്ധിക്കുമ്പോൾ കേരള ടൂറിസത്തെ വികസിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ആവശ്യമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ആ നിലയിൽ കേന്ദ്ര സർക്കാർ അതിനെ കാണുമെന്നാണ് പ്രത്യാശിക്കുന്നത്. ഒഴിഞ്ഞുകിടക്കുന്ന പൊതുയിടങ്ങളെ ടൂറിസ്റ്റ് സൗഹൃദമാക്കുന്നതിനായുള്ള കരട് രൂപം 3 ദിവസം നീണ്ടുനിന്ന ഡിസൈൻ പോളിസി ശില്പശാലയിൽ തയ്യാറാക്കിയെന്നും മന്ത്രി പറഞ്ഞു. ചെറുകിട ക്വാറി ക്രഷർ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി ഈ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കൂട്ടിച്ചേർത്തു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.